പുനരധിവാസത്തിനായി അടിമാലി ലക്ഷം വീട് നഗർ നിവാസികൾ നടത്തിവരുന്ന സമരം കടുപ്പിക്കുന്നു. ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പഞ്ചായത്തിൽ 2 ബക്കറ്റുകൾ വെച്ച് ചിലവിന് യാചിക്കുന്നതായും ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെ നാളെ മുതൽ ഭിക്ഷാടകരെ പോലെ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങാനാണ് തീരുമാനമെന്നും കുടുംബങ്ങൾ പറയുന്നു. അടിമാലി ലക്ഷം വീട് നഗർ നിവാസികളുടെ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. ശക്തമായ മറ്റ് സമരമുറകളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ഭിക്ഷാടകരെ പോലെ തെരുവിലേക്ക് ഇറങ്ങാനാണ് കുടുംബങ്ങൾ തീരുമാനിച്ചത്. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് 2 ബക്കറ്റുകളുമായി തങ്ങൾ ഈ വേറിട്ട പ്രതിഷേധത്തിന് മുതിർന്നതെന്ന് ഇവർ പറയുന്നു. ബക്കറ്റുകൾ വെച്ചുള്ള ഈ പ്രതിഷേധം തങ്ങളൊരു ആക്ഷേപമായി ചെയ്യുന്നതല്ലെന്നും മറിച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ നീതി നിഷേധത്തിന് അവകാശ ഭിക്ഷ എന്ന രീതിയിലൊരു ബാൻഡ് വെച്ചിട്ടൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഫയലിലെ വാഗ്ദാനം തെരുവിലെ പാത്രം എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി മറ്റൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിത്യജീവിതത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ബക്കറ്റോടെ വച്ചിരിക്കുന്നത്. അതിലേക്ക് ആളുകൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരം അധികം നീട്ടിവിടാതെ ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. ആരുടെയും ഒക്കെ യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഞങ്ങളുടെ അവകാശങ്ങൾ നൽകി ഞങ്ങളെ എത്രയും പെട്ടെന്ന് സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് എല്ലാ ഭരണാധികാരികളോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നീതി നിഷേധത്തിന് അവകാശ ഭിക്ഷ എന്ന ബാനറോടെ ഒരു ബക്കറ്റും ഫയലിലെ വാഗ്ദാനം തെരുവിലെ പത്രം എന്ന ക്യാപ്ഷനോടെ മറ്റൊരു ബക്കറ്റും സ്ഥാപിച്ചാണ് കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നത്. തങ്ങളുടെ ദൈനംദിന ചിലവുകൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായി നടത്തുന്ന ഈ സമരത്തിലേക്ക് പൊതുജനങ്ങൾ ഉദാരമായി സംഭാവന നൽകണമെന്ന് ഇവർ അഭ്യർത്ഥിക്കുന്നു. ആരുടെയും മുന്നിൽ യാചിക്കുകയല്ല, മറിച്ച് തങ്ങളുടെ ന്യായമായ അവകാശങ്ങളാണ് ചോദിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ പുതിയ സമരമുറയ്ക്ക് തുടക്കം കുറിക്കാനാണ് ഈ കുടുംബങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അടിമാലി.